ഇതൊക്കെയാണ് ഇന്നത്തെ അവരുടെ ലോകം. അമേരിക്ക അവരുടെ വിരൽത്തുമ്പിലാണ്. നമ്മളൊക്കെ ഒന്ന് അമേരിക്ക കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ടാവും. ഇന്ന് അവരുടെ വിരൽത്തുമ്പിലാണ് അമേരിക്ക പോലും. ട്രംപ് പോലും അവരുടെ വിരൽത്തുമ്പിലാണ്. അപ്പൊ അവർക്ക് ഇതൊന്നും ഇപ്പൊ ശ്രദ്ധിക്കാൻ സമയമില്ല. അത് മാത്രമല്ല, കുറെ കഴിയുമ്പോ വീട്ടിൽ പ്രായം ചെന്ന അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം സമയം കേൾക്കുകയാണ്. ഗുരുവായൂർ പട്ടണത്ത് ഉപേക്ഷിച്ചു പോകുന്നവർ, അതേപോലെ തന്നെ മമ്പറം പള്ളിയിൽ കൊണ്ട് ഉപേക്ഷിച്ചു പോകുന്നവർ, ക്രിസ്ത്യൻ പള്ളികളിൽ ഉപേക്ഷിച്ചു പോകുന്നവർ, അച്ഛനെയും അമ്മയെയും ഒക്കെ ഉപേക്ഷിച്ചു പോകുന്ന അത്തരത്തിലുള്ള ഒരു പുതിയ ജനറേഷൻ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ കേരളീയ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. ഞങ്ങൾക്കല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളൊരു പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിന്റെ പ്രവർത്തനം നടക്കാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നമ്മളൊക്കെ വീടുകളിൽ അതിന് സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരി എന്ന മഹാവിപത്തിനെ കുറിച്ച് നമ്മളൊക്കെ ബോധവാന്മാരാണ്. ഇപ്പൊ ബോധവാന്മാരല്ലാത്ത കുറെ ന്യൂ ജനറേഷൻ ആളുകളുണ്ട്. പക്ഷെ അവരെയൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്കൊക്കെ തന്നെ പാലിയേറ്റീവ് എന്നൊരു വഴികാട്ടി, പാലിയേറ്റീവ് എന്ന പ്രസ്ഥാനം അച്ഛനെയും അമ്മയും വഴി പിടിപ്പിക്കാനല്ല, അവരെ ചേർത്ത് പിടിക്കാനാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നിങ്ങളൊക്കെ ആ ക്യാമ്പയിൻ ഏറ്റെടുക്കണം. നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളും അപകടത്തിലാണ്. നമ്മളറിയാതെ അവർ അപകടത്തിലേക്ക് പോകുന്നു. അതിൽ സ്ത്രീ പുരുഷൻ വ്യത്യാസമൊന്നുമില്ല, വിദ്യാർത്ഥി എന്നൊരു വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും അതിന്റെ ഭാഗമാക്കായിക്കൊണ്ടിരിക്കുകയാണ്. 1ാം ക്ലാസ് എന്ന് പറയാൻ കഴിയില്ല, എന്നാലും 5ാം ക്ലാസ്സിന് മേലെ 5ാം ക്ലാസ് മുതൽ ആഗ്രഹിക്കുന്നു. നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ലഹരികളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പണ്ട് കണ്ടുപിടിച്ച ആളല്ലേ കണ്ടിട്ടുള്ളത്, പിന്നീട് കണ്ടത് കഞ്ചാവ് അടിക്കാറില്ല. ഇന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പല ലഹരി വസ്തുക്കളും ലഹരി സാധനങ്ങളും വിദ്യാർത്ഥിനികളുടെ ബുക്കുകൾക്കിടയിലും പോക്കറ്റുകളിലും സൂക്ഷിച്ചുകൊണ്ടാണ്. പങ്കാളികളാകണം, സഹകരിക്കണം, സഹായിക്കണം. പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ ഒരുപാട് വിധത്തിൽ നമുക്ക് സഹായിക്കാൻ കഴിയും. ഒരുപാട് വിധത്തിൽ ലഹരി വിരുദ്ധ പ്രചരണം നടത്തുമ്പോൾ അതിൽ നമുക്ക് പങ്കാളികളാകാൻ കഴിയും. ഹോം കെയർ നടത്തുമ്പോൾ ഹോം കെയറിൽ വളണ്ടിയറായിട്ട് നമുക്ക് പങ്കെടുക്കാൻ കഴിയും, അതിൽ പങ്കാളിയാകാൻ കഴിയും. പണമുള്ളവൻ പണം കൊണ്ട് സഹായിക്കുന്നതിന് പങ്കാളികളാകാൻ കഴിയില്ല. അങ്ങനെ ഒട്ടേറെ വിധത്തിൽ നമുക്ക് അവരോട് സഹകരിക്കാൻ കഴിയും. ആ വിധത്തിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് സഹകരിക്കാൻ നിങ്ങളുടെ അയൽവാസികളെ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കളെ എല്ലാവരെയും ഈ പാലിയേറ്റീവ് സംവിധാനത്തിലേക്ക് ക്ഷണിക്കണം. ഈ സംഗമത്തോട് കൂടി എന്നാമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പകൽ വീടിനെ നയിക്കുന്നതിന് വേണ്ടി സെക്രട്ടറി മുഹമ്മദ് റാഫിയെ ക്ഷണിക്കുന്നു. ഇവിടെ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തുടങ്ങി വെച്ച് 15ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ വരുന്ന വ്യാഴാഴ്ച ഏപ്രിൽ 17-നാണ് നമ്മുടെ വാർഷിക കുടുംബ സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിയിൽ നമ്മൾ ബന്ധപ്പെട്ടവരും നമുക്ക് വേണ്ടപ്പെട്ട ആരോഗ്യങ്ങളിലും പങ്കെടുക്കുക. ഈ പാലിയേറ്റീവ് പ്രസ്ഥാനം എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓരോ വീടുകളിലും ഒരു വളണ്ടിയർ എന്ന നിലയിലേക്ക് ഈ പ്രസ്ഥാനം നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. കാരണം ഒരു നേഴ്സോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ പാലിയേറ്റീവ് പ്രസ്ഥാനത്തിൽ നിന്ന് ഏതൊരു വളണ്ടിയർക്കും പഠിക്കാൻ പറ്റും. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഒരു രോഗിക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള നോളജ് അറിവ് നമുക്ക് കിട്ടും. അതിനു വേണ്ടി നമ്മുടെ ചുറ്റുപാടുള്ളതിനൊക്കെ ഒരു രോഗിയിൽ വേണ്ടി ആ രോഗിക്ക് നമ്മളൊരു ട്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ, മൂത്രത്തിൽ അത് ട്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ
അതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്നതൊക്കെ അത് എങ്ങനെ എടുത്തു മാറ്റാൻ പറ്റുന്നതൊക്കെ അതിനൊരു ഡോക്ടർ സഹായം സഹായം വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റും. അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങളുടെ വീടുകളിലെ തൊട്ടടുത്തുള്ള കിടപ്പിലായ രോഗികളൊക്കെ മരണപ്പെടുക ചെയ്താൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാൻ കൂടി ഉള്ള ഒരു ഉദ്ദേശത്തിലാണ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അയൽപക്കത്തുള്ളവരെയും ഈ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കണം എന്ന് പറയുന്നത് ലക്ഷ്യം. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ചു കൊടുത്തിരിക്കുന്ന 4000 അഭിക ചേച്ചി അവരുടെ സഹോദരി എല്ലാവർക്കും ഞാൻ ഈ പരിപാടിക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ